എക്സ്ക്യൂസ് മീ സർ. യെസ്. സാർ എൻ്റെ പേര് ലീലാവതി. ഇരിക്കൂ. താങ്ക് യു സർ. എൻ്റെ പേര് ലീലാവതി. ഭർത്താവ് നരേന്ദ്രൻ, യു ഡി ക്ലർക്കാ. പെട്ടെന്ന് കാര്യം നടക്കണമെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകാരെ ആശ്രയിക്കണം എന്നാണല്ലോ കുബുദ്ധികൾ പറഞ്ഞു വരുത്തുന്നത്. പക്ഷേ അതിൻ്റെ ദോഷങ്ങൾ എനിക്ക് മനസ്സിലായി. ഗവൺമെൻറ് സ്ഥാപനം എന്നും ഗവൺമെൻറ് സ്ഥാപനം തന്നെ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ഗവൺമെൻറ് നമുക്കായിട്ട് നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ, ജനങ്ങളുടെ സ്ഥാപനങ്ങൾ. സാറിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട മാനേജർമാർ കൂടി ആവുമ്പോൾ പിന്നെ പറയാനുമില്ല. നിങ്ങൾ കാര്യം പറയൂ. എനിക്കൊരു ലോൺ വേണം. ഓക്കെ, എന്തിനു വേണ്ടിയാ ലോൺ? കാർ വാങ്ങിക്കാൻ. ഞങ്ങൾക്ക് കാർ ലോൺ സ്കീം ഉണ്ട്. സോഴ്സ് ഓഫ് ഇൻകം, വരുമാന മാർഗം. ഞാൻ ഹൗസ് വൈഫാ, ഭർത്താവ് യു ഡി ക്ലർക്ക്. അപ്പോ ശമ്പളം അല്പം കുറവായിരിക്കുമല്ലോ. യു വെറും ക്ലർക്കല്ല, യു ഡി ക്ലർക്കാ, യു ഡി ക്ലർക്ക്. ആ, നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഭർത്താവിന്റെ ഇൻകം സർട്ടിഫിക്കറ്റ്, 2 ജാമ്യക്കാര്, പിന്നെ ജാമ്യക്കാർക്ക് ടേക്ക് ഹോം സാലറി 7500 രൂപയെങ്കിലും വേണം. അയ്യോ സാർ, ഇത്രയൊക്കെ സംഘടിപ്പിക്കുക അത് ബുദ്ധിമുട്ടാ സാർ. ചെക്ക് തരാം. ചെക്ക് വാങ്ങിയിട്ട്. ഓരോ സ്ഥാപനത്തിനും ഓരോ രീതിയുണ്ട്. ചെക്ക് പോലും വാങ്ങാതെ ലോൺ കൊടുക്കുന്നവരുമുണ്ട്. ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ്, അതിന് അതിൻ്റെതായ രീതികളുണ്ട്. ഞങ്ങളായിട്ട് താമസമൊന്നും വരത്തില്ല. അല്ല, ജാമ്യക്കാരൊന്നും ഇല്ലാതെ. സോറി. ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമല്ലേ? ഞാൻ കൂടി തെരഞ്ഞെടുത്തവരല്ലേ ഗവൺമെന്റ്. അപ്പൊ പിന്നെ ബാങ്കിന്റെ കാര്യത്തിൽ എനിക്കും ഇല്ല ഇത്തിരി അവകാശങ്ങൾ. നിങ്ങളോട് സംസാരിച്ച് കളയാൻ സമയമില്ല. കാണില്ല, സമയം കാണില്ല. 1 കോടി രൂപ ലോൺ എടുക്കുന്നവർക്ക് ബാങ്കിൽ പോലും വരണ്ട, അങ്ങോട്ട് കൊണ്ട് കൊടുക്കും. തിരിച്ചടച്ചില്ലെങ്കിൽ എഴുതി തള്ളും. പക്ഷെ ലീലാവതിമാർക്ക് ഒരു കാർ എടുക്കാൻ, ഒരു 800cc കാർ എടുക്കാൻ വരുമ്പോ ജാമ്യം, സർട്ടിഫിക്കറ്റ്, ആധാരം, തഹസീൽദാരുടെ പത്രം. നിങ്ങൾ പുറത്തു പോണം. ഞാൻ ഹൃദയം പൊട്ടി പറയാ, ഈ നാട്ടിൽ ഒരു കാലത്തും സോഷ്യലിസം വരില്ല. കാർ വാങ്ങാൻ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് കാർ വാങ്ങാൻ സാഹചര്യമില്ല. അപ്പൊ പിന്നെ എങ്ങനെ സോഷ്യലിസം വരും? വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ഈ ബാങ്കിനെതിരെ ക്ഷുദ്രം ചെയ്യും, ക്ഷുദ്രം. ലോൺ എടുത്ത് ആരും തിരിച്ചടയ്ക്കാതിരിക്കാൻ വേണ്ടി. മോളിരുന്ന് ദേവി ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക സാറ്, അതാരും മറന്നു പോരുത്. സാറേ, ഞാൻ അവസാനമായിട്ട് ചോദിക്കണ്ട. എങ്ങനെ 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 ചോദിക്കണ്ടെന്നോ? ഇങ്ങോട്ട് നോക്കിയേ, ഞാനൊരു ഇന്ത്യൻ പൗരിയാ, ഇന്ത്യൻ പൗരി. ആഹാ, ചോദിക്കാൻ എനിക്ക് അവകാശമുണ്ട്. ഉത്തരം പറയുന്നത് പോലീസായിരിക്കും. ആഹാ, ലീലാവതി പേടിപ്പിക്കല്ലേ. നിങ്ങൾ പറയും പോലെ ചെയ്യാനേ പോലീസ് നിങ്ങൾ തറവാട് സ്വത്തൊന്നുമല്ല. ഗവൺമെന്റ് വകയാ പോലീസ്, ഗവൺമെന്റ് വക. തൽക്കാലം ഞാൻ പോവാ. എന്റെ പോ, ഇങ്ങനൊരു ബാങ്ക് ഞാൻ കണ്ടിട്ടില്ലേ. എന്റെ ഈശ്വരാ, ഇങ്ങനൊരു മാനേജറെ ഞാൻ കണ്ടിട്ടില്ലേ. അയ്യോ അയ്യടോ, ഒരു ബാങ്ക് മുടിഞ്ഞു പോട്ടെ. എന്റെ മോൾ അതിലെ പട്ടിണി കിടക്കേണ്ടി വന്നാലും ശരി, ഞാനവളെ ബാങ്ക് ജോലിക്ക് അയക്കില്ല. അയ്യോ, ബാങ്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും കടുപ്പാണെന്ന് ഞാൻ കരുതിയില്ല. എന്റെ പൊന്നെ എടുത്തി ഒന്നും പറയണ്ട. ഈ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. പോയാലോ? അല്ല, എനിക്ക് അവിടെ അത്യാവശ്യം. ഞാനല്ലേ പറയുന്നത്, കേറി കൊച്ചി അങ്ങോട്ട്. എന്നതാ കാഴ്ച വണ്ടിയിലോട്ട്. വണ്ടി എന്താ? ഭയങ്കര ചൂടിലാണല്ലോ. അവിടെ നിന്ന് ജനാധിപത്യം സംസാരിക്കുന്നതൊക്കെ കേട്ടു. ലീലാവതി അങ്ങനെ മനസ്സിലൊന്നു വെച്ച് മറ്റൊന്നും സംസാരിക്കില്ല. എന്തായാലും കുടുക്കിൽ ചെന്ന് ചാടാൻ തന്നെ തീരുമാനം അല്ലയോ? ഏത് കുടുക്ക്? അതിപ്പ പറഞ്ഞാ കുഞ്ഞിന് മനസ്സിലാവുകയില്ല. നമ്മുടെ മനസ്സ് ഏതിനെങ്കിലും അമിതമായിട്ട് മോഹിച്ചു നിൽക്കുമ്പം അതിന്റെ ദോഷങ്ങള് നമ്മുടെ തലയെ കയറത്തില്ല. അനുഭവത്തിൽ നിന്ന് പഠിക്കുമ്പം സമയം താമസിച്ചു പോകുകയും ചെയ്യും. കൊച്ചിന് ഞാൻ കാശ് തരാം. സത്യം? പക്ഷേ വ്യവസ്ഥകളൊക്കെ അനുസരിക്കാം. എനിക്കറിയാം, പ്രൈവറ്റ് ബാങ്കുകൾ, അതിൽ കൂടെ നാടിന്റെ വികസനം വരൂ.
മുക്കിന് ഫൈനാൻസിങ് കമ്പനികൾ വരട്ടെ, നാട് രക്ഷപ്പെടും. സോഷ്യലിസം വരില്ല എന്നൊക്കെ ഞാൻ അവിടെ ഒന്ന് പറഞ്ഞായിരുന്നേ, അതൊന്ന് വരട്ടാൻ പറഞ്ഞതാ. വരും, സോഷ്യലിസം വരും, ചേട്ടത്തെ പോലെ കുറച്ചു പേരുണ്ടെങ്കിൽ. അപ്പൊ കാറ് സെലക്ട് ചെയ്തിട്ട് വിളിച്ചാ മതി. വിനോദ് വന്ന് അസസ് ചെയ്യും, ഞങ്ങളുടെ കമ്പനിന് ചെക്ക് തരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗഡു മുടക്കം വരുത്തിയ വണ്ടി ഞങ്ങൾ ഇങ്ങെടുക്കും. ഒരു ഇൻസ്റ്റാൾമെന്റ് മുടക്കം വരട്ടെ. ഈ ലീലാവതി വണ്ടി കൊണ്ട് നീ വീട്ടുമുറ്റത്തിടും, എന്നിട്ട് കീ തരും. അപ്പോ വേണ്ട, അടുത്ത മാസം മതി എന്ന് തടസ്സം പറയരുത്. ഇതുപോലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ ലീലാവതി പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. ഈ ലീലാവതി പറഞ്ഞാലേ പറഞ്ഞതാ. ഈശ്വര, ആ ബ്ലേഡ് പലിശക്കാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ പോവാണോ? ഈ സമൂഹം ഇങ്ങനെ, നമുക്കൊരു അത്യാവശ്യത്തിന് ആരെളുപ്പം കാശ് തരുന്നു അവരെ കണ്ടൂടാ. ബ്ലേഡ്, കോടാലി എന്നൊക്കെ വിളിക്കും. സാധാ ബാങ്കുകളിൽ മാസങ്ങൾ കയറി ഇറങ്ങി ആട്ടും തുപ്പും കൊണ്ട് മാനേജർമാരുടെ പുറകെ നടക്കാൻ ഒരു മടിയില്ല. ലീലാവതി, നിനക്ക് ആ മറിയച്ചേട്ടത്തിന്റെ സ്വഭാവം അറിഞ്ഞൂടാ? അറിയാം, നല്ലോണം അറിയാം. ഇത്ര രൂപയ്ക്ക് ഇത്ര പലിശ വേണം, ആ പലിശ കൃത്യമായിട്ട് കൊടുക്കണം. ഇതാ ചേട്ടത്തിയുടെ വ്യവസ്ഥ. ഒരു വ്യവസ്ഥ വെച്ച് നമ്മൾ കട എടുക്കുമ്പോൾ ആ വ്യവസ്ഥ പാലിക്കണം. ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതം എപ്പോഴും ഒരേ രേഖയിൽ കൂടി ആയിരിക്കില്ല. ചിലപ്പോൾ വീഴ്ചകൾ വരും. നമ്മുടെ ബാങ്കുകൾ സാവകാശം തരും. 1-2 മാസം അടച്ചില്ലെങ്കിലും സമാധാനപ്പെടും. അങ്ങനെ സമാധാനപ്പെടുന്നത് കൊണ്ടാ നമ്മുടെ രാജ്യം വെറും 3-ാം ലോക രാജ്യമായി ഗതി പിടിക്കാതെ കിടക്കുന്നത്. ഉദാരവൽക്കരണം വന്നപ്പോ കുറച്ചൊരു മാറ്റമൊക്കെ വന്നു, ഇനിയും മാറണം. നരേട്ടനെ പോലുള്ളവരുടെ മനസ്സും കൂടി മാറണം. അത് മാറില്ല. മറിയച്ചേട്ടത്തിയെ ഉദാരവൽക്കരണത്തിന്റെ ആളാ. അപ്പോ വരുന്നതൊക്കെ അനുഭവിക്കാൻ തന്നെ തീരുമാനിച്ചു. അതെ, വരാൻ പോണത് പക്ഷെ എന്താണെന്നറിയോ? കാറ്. സതി എടുക്കുന്നതിലും വലിയൊരു കാറ്, അതനുഭവിക്കണം. ചേട്ടന്റെ ഓഫീസ് ലോൺ, മറിയ ചേട്ടത്തിന്റെ പലിശ ലോൺ, രണ്ടും കൂടി ചേരുമ്പോ വലിയൊരു കാർ. ആഹാ, ഈ വിശ്വട്ടൻ ഇവിടെ വന്ന് നിൽക്കുവാണോ? എന്താ വിശ്വട്ട ഉറങ്ങാത്തെ? ഉറങ്ങാനോ? ജനിച്ചു വളർന്ന വീട്, ഒരു ദിവസം പോലും വിട്ടു നിന്നിട്ടില്ലാത്ത വീട്, അതിനെ വിട്ടെറിഞ്ഞിട്ട് പോവാ നാളെ. വിശ്വട്ട, എന്നെ കൂടെ വിഷമിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞില്ലയോ ഒരു കുഞ്ഞു ടൂറ്. അല്ല സതി, എനിക്ക് വല്ലാത്തൊരു മനപ്രയാസം. ഈ പ്രയാസം ഒക്കെ മാറും. നാളെ നേരെ ഒന്ന് വിളിത്തോട്ടെ, നമ്മൾ ഒന്നങ്ങ് എത്തിക്കോട്ടെ, എല്ലാം മാറും. ചേട്ടൻ വന്നേ, ചേട്ടൻ പോയി കിടന്ന് ഉറങ്ങിക്കേ, നാളെ രാവിലെ പോകേണ്ടതാ. വന്നേന്ന് വാ. ചിരിക്ക്. എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം. അയ്യോ, ഇതാരായി നിക്കുന്നേ? നോക്കട്ടെ. ഓ, എനിക്ക് വയ്യ. ഞാനിപ്പോ സന്തോഷം കൊണ്ട് തുണിയെ പോയി തലയിടിക്കും. അല്ല സതി, എനിക്ക് ഇതിട്ടപ്പോ ആകെ ഒരു വിമ്മിഷ്ടം പോലെ. വിമ്മിഷ്ടം പോലുള്ള വാക്കുകൾ ഇനി പറയരുത്. അതൊക്കെ നാടൻ വാക്കുകളല്ലേ. അസ്വസ്ഥത, ടെൻഷൻ, അങ്ങനെയൊക്കെ പറയാവൂ. അതെ, പിശുവേട്ടന് എന്താ അസ്വസ്ഥത? ഈ ഷർട്ടും പാന്റും ഇട്ടതിന്റെ ആണോ? 2 ദിവസം ഇതിടുമ്പോ അതൊക്കെ താനേ മാറിക്കോളും. അല്ല, ഞാൻ മുണ്ട് ഷർട്ടും തന്നെ. വീണ്ടും തുടങ്ങി. ചേട്ടാ വാ, ഇറങ്ങി. ഞാനേ പോയി സാധനങ്ങളൊക്കെ ഒന്ന് കേട്ടട്ടെ. അതെ, വന്നേ, രാഘുകാലം തുടങ്ങാറായി. പപ്പാ, വണ്ടി റെഡിയാണോ?
മക്കളെ അച്ഛൻ എവിടെ? അങ്ങോട്ട് ബാക്കിലോട്ട് വെച്ചോ. ഓ. അയ്യോ, പാല് കാച്ചാനുള്ള പാത്രവും പാലും ആ ഉണ്ട്. വിശ്വേട്ടാ, രാഘുവാലം തുടങ്ങാറായി, വേഗം ഇറങ്ങൂ. അയ്യേ, ഈ പാറ പോലുള്ള ദേഹത്തിനകത്ത് കൊച്ചുകുട്ടികളുടെ മനസ്സാ. നമ്മുടെ മോ മഹേഷിന് ഇതിനേക്കാളും ധൈര്യമുണ്ട്. ചേട്ടൻ വന്നേ, വാ, വരാൻ. അയ്യോ, ഇതിനു വേണ്ടി എന്താ വിഷമിക്കാൻ? കേരളീയ ഇങ്ങോട്ട് മക്കളെ കേറടാ, മുമ്പ് അങ്ങോട്ട് അങ്ങോട്ട് കേറണം ചേട്ടാ. ആ. എന്താ ഓമനക്കുട്ട? അവര് കൃത്യം 12 മണിക്ക് തന്നെ എത്തും. സാധനങ്ങളെല്ലാം കയറ്റി കഴിഞ്ഞു എന്ന് അവർ എന്നോട് ഫോൺ വിളിച്ചു പറഞ്ഞു. 12 മണി. 12 മണി എന്ന് പറയുമ്പോ രാഹുകാലം കഴിഞ്ഞ്. അത് തന്നെ. അത് കൊള്ളാം, അത് കൊള്ളാം, അത് കൊള്ളാം. പിന്നെ ഒരു മഹാലക്ഷ്മിയാണ് ഞാൻ ഈ വീടിന്റെ വാടകക്കാരായി കൊണ്ട് തന്നത്. ആ ഒരു സ്നേഹം എപ്പോഴും എന്നോട് വേണം. അത് പിന്നെ നീ എന്നോട് പറയണോ? കേറി വാ, കളർ വെള്ളം കലക്കി തരാം. അവളങ്ങനെ എളുപ്പത്തിൽ ഒന്നും കയറില്ല. ഞാൻ പൊടിക്കും, പപ്പടമാക്കും, പഞ്ചറാക്കും. ഞാൻ നോക്കിക്കോ, ഞാൻ പഞ്ചറാക്കും. പഞ്ചറാക്കും. എന്റെ കുഞ്ഞിഷ്ണ, പഞ്ചറാക്കാം.